അയ്യോ വണക്കം. കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു. DC എന്നാണ് ആ സിനിമയുടെ പേര്. ദേവദാസ് ആൻഡ് ചന്ദ്ര, ഇതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ആക്ച്വലി സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത സിനിമ എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു സിനിമ കണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. ആ സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു പീക്കാണ് ഈ സിനിമ എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇടത്തരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ്റെ അങ്ങേയറ്റം ആ ഒരു പീക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. DC എന്ന് പറയുന്ന ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അരുൺ മാതേശ്വരനാണ്. അരുൺ മാതേശ്വരൻ എന്ന് പറയുന്ന ഒരു ചില്ലറ വ്യക്തിയല്ല. പുള്ളിക്കാരൻ ഇരിതി സുട്രു എന്ന് പറയുന്ന, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഇരിതി സുട്രു എന്ന് പറയുന്ന ഒരു പടം. ആ സിനിമ ഇവിടെ ഇറങ്ങിയപ്പോൾ ആ സിനിമ തിയേറ്ററിൽ ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ കാണാൻ പോയപ്പം വളരെ ആൾക്കാരൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ സിനിമ പോയി കണ്ട്, കാരണം ആ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള സുധാ കൊങ്കര, അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുധാ കൊങ്കരയാണ് പിന്നീട് സൂര്യയെ വെച്ചിട്ട് സൂരറൈ പോട്ടർ എന്ന് പറയുന്ന പടമൊക്കെ എടുത്തത്. ഒരു ഫീമെയിൽ ഡയറക്ടറാണ്. അതിൻ്റെ ഇരിതി സുട്രു എന്ന് പറയുന്ന പടം, അതിലെ മാധവൻ്റെ ക്യാരക്ടർ, അതിൽ മാധവൻ ആ പെൺകുട്ടിയെ ട്രെയിൻ ചെയ്യിക്കുന്ന രീതി വളരെ രസകരമാണ്. ആ സിനിമ എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. അപ്പോൾ ആ സിനിമയുടെ ഒരു ഡയലോഗ് റൈറ്ററാണ്. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ധനുഷിൻ്റെ സിനിമ സംവിധാനം ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇളയരാജയുടെ ബയോപിക്കിൽ കമലഹാസൻ്റെ കൂടെ കോ റൈറ്ററായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നു, അരുൺ മാതേശ്വരൻ. അദ്ദേഹത്തിൻ്റെ സിനിമയാണ് DC എന്ന് പറയുന്ന ഈ സിനിമ വളരെ ഗംഭീരമായിട്ട് എടുത്തു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കുറഞ്ഞു പോകും. അത് വളരെ 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 കുറഞ്ഞു പോകും. ഗംഭീരമൊന്നുമില്ല. ഈ സിനിമ കണ്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിൽ പേഴ്സണലി തോന്നിയത് ഒരു ഓസ്കാർ കൊടുക്കാൻ തോന്നി ഈ സിനിമയ്ക്ക്. അത്ര ഗംഭീരം. ഇത് വാക്കുകൾ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഗംഭീരം എന്നുള്ളൊരു വാക്ക് 2-3 വട്ടം എടുത്തുപയോഗിക്കുന്നത്. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ സിനിമ എന്ന് പറയുന്നത് അഡൽട്ട്സ് ഒള്ളിയാണ്. ഇതെല്ലാവർക്കും ദഹിക്കില്ല. കാരണം നമുക്കൊട്ടും പിടിക്കാത്ത ഒരുപാട് സീനുകൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് കാണിക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് പച്ചയ്ക്കാണ് കാണിച്ചു വച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ബ്രോത്തലായിക്കൊള്ളട്ടെ, അത് ഗ്യാങ്സ്റ്റർമാർ തമ്മിലുള്ള ഫൈറ്റ് ആയിക്കൊള്ളട്ടെ, എന്തിന് കയ്യും കാലും എല്ലാം ഇങ്ങനെ വെട്ടി അരിയുകയാണ് എന്നുള്ളതാണ് ഈ സിനിമയിലെ ഒരു വൈബ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ഇതൊക്കെ കാണാനും ഇതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനുമുള്ളൊരു മനസ്സുകൂടെ നമുക്ക് വേണം. ആ ഒരു മനസ്സോടുകൂടി വേണം നമ്മൾ ഈ സിനിമ കാണാനായിട്ട് പോകാൻ. അപ്പോൾ ബേസിക്കലി ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ പോലും കണ്ടിട്ടില്ല. DC എന്ന് പറയുന്ന ഈ സിനിമ ആകപ്പാടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ സിനിമയിൽ ആദ്യം ലോകേഷ് കനകരാജ് ദേഹം മുഴുവൻ ബ്ലഡായിട്ട് വരുന്ന ഒരു ചെറിയൊരു ടീസർ ആദ്യം ഇറക്കിയിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഈ സിനിമ ഞാൻ കാണാനായിട്ട് പോയി കഴിഞ്ഞ ശേഷം സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ യാതൊരുവിധ ബോറടിയും ഇല്ലാതെയാണ് ഈ സിനിമ കണ്ടിരുന്നത് എന്നുള്ളതാണ്. യാതൊരുവിധ ബോറടിയില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടല്ലോ, എൻ്റെ മോനെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. തുടക്കത്തിൽ ആ ടൈറ്റിൽ ട്രാക്ക് തൊട്ട്, അതായത് ഈ പേരെഴുതി കാണിക്കുമല്ലോ ആൾക്കാരുടെയൊക്കെ, ആ പേരെഴുതി കാണിക്കുന്ന ആ ഒരു ടൈറ്റിൽ ട്രാക്ക് തൊട്ട് അനിരുദ്ധ് മാലപ്പടക്കത്തിന് തീ കൊളുത്തും പോലെ ഇങ്ങനെ കത്തിച്ച് വിടുകയാണെന്ന് പറഞ്ഞാൽ ഓരോ സീന് കഴിയും തോറും ഇതിൻ്റെ വേഗത കൂടുകയാണ് എന്നുള്ളതല്ലാതെ ഇതിൻ്റെ വേഗത കുറയുകയില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ രീതിയിൽ അനിരുദ്ധ് ഈ സാധനം കത്തിച്ചു വിടുന്നത്. ആദ്യത്തെ ഒരു ടൈറ്റിൽ ട്രാക്ക് ഇങ്ങനെ പോകുന്നു, അതിനുശേഷം അനിരുദ്ധിൻ്റെ വക പല ടൈപ്പുള്ള പല രീതിയിലുള്ള പെടക്കണ സാധനങ്ങൾ ഇങ്ങനെ ടേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആവർത്തന വിരസത ഇല്ല താനും. നമ്മൾ ആദ്യം കേട്ടിട്ടുണ്ടല്ലോ മറ്റേ DCയുടെ പദാനിക റീസാനി ദാദ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ആ സാധനം റിവഞ്ച് ഓഫ് DC, ആ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, അത് വരുന്ന ഭാഗം, എൻ്റെ മോനെ, അത് വരുന്ന ഭാഗമുണ്ടല്ലോ, ഗൂസ്പം പിടിച്ച് മനുഷ്യൻ മരിച്ചു പോവും. അങ്ങനത്തെ രീതിയിലാണ് ആ സാധനം കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഗൂസ്പം പിടിച്ച് മനുഷ്യൻ ഇല്ലാതായിപ്പോവും. പിന്നെ പോരാത്തതിന് ഈ ട്രാക്കുകളൊന്നും തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുമില്ല എന്നുള്ളത് അതിഭീകരമായിട്ടുള്ള ഒരു പ്ലസ് പോയിൻ്റായിട്ട് ഈ സിനിമയുടെ എനിക്ക് കാണാനായിട്ട് തോന്നി. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രാക്കുകളാണ്, BGM ആണ് അനിരുദ്ധ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ആക്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ അനിരുദ്ധിനെ കുറച്ച് പറഞ്ഞ് എനിക്ക് കൊതി തീർന്നില്ല. അനിരുദ്ധ് ഇനി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം അനിരുദ്ധ് ഇതിനകത്ത് കൂടുതലായിട്ടും യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം, ക്ലാസിക്കൽ മ്യൂസിക്കും ഈ വെസ്റ്റേണും കൂടെ ഇടകലർത്തിയുള്ള പല സാധനങ്ങളും അനിരുദ്ധ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ അത് രണ്ടും കൂടെ, അതായത് ഫുൾ എക്സ്പെരിമെൻസാണ് ഇതിനകത്ത് സംഗീതത്തിൽ അനിരുദ്ധ് ചെയ്തു വച്ചിരിക്കുന്നത്.
അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കത്തിച്ച് നിർത്തുകയാണ്. ഈ സിനിമയുടെ ഒരു നെടും തൂൺ എന്ന് പറയുന്നത് അനിരുദ്ധാണ്. അതുകൊണ്ടാണ് അനിരുദ്ധിൻ്റെ പേര് വളരെ വലിയ, അത് സ്ക്രീൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അനിരുദ്ധിൻ്റെ പേര് വരും, അനിരുദ്ധ് എന്ന് പറഞ്ഞൊരു പേര് വരുമ്പോൾ സ്ക്രീൻ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കും. ആ രീതിയിലാണ് അനിരുദ്ധിൻ്റെ പേര് കാണിക്കുന്നത്. ഒരു ടൈറ്റിൽ കാർഡ് കൂടെ എനിക്ക് തോന്നുന്നു ഇനി വരുന്ന സിനിമകളിൽ അനിരുദ്ധിന് ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത്. പല സിനിമകളും അനിരുദ്ധാണ് ഒരു 50% സംവിധായകൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പം 50% അനിരുദ്ധിൻ്റെ ഭാഗത്തുനിന്ന് കൂടെ വരുന്നത് കൊണ്ട് വമ്പൻ ഹിറ്റായിട്ടുള്ള ജയിലർ പോലെയുള്ള സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വരികയാണ്, അഭിനയത്തിലേക്ക് വരികയാണെങ്കിൽ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ യൂണിവേഴ്സ് എൽ സി യു യൂണിവേഴ്സ് ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണല്ലോ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലോകേഷ് കൈദി എടുത്തു കഴിഞ്ഞ ശേഷം ലോകേഷ് കനകരാജ് നേരെ മാസ്റ്റർ എടുക്കാനായിട്ട് പോയി. മാസ്റ്റർ എടുത്തു കഴിഞ്ഞ് പിന്നെ വിക്രം എടുത്തപ്പോഴാണ് പല ആൾക്കാർക്കും ഈ സിനിമയും കൈദിയും തമ്മിൽ ബന്ധമുണ്ടല്ലോ, അപ്പോൾ ഇതൊരു യൂണിവേഴ്സായി എന്ന് പറഞ്ഞ് അതിഭീകരമായിട്ട് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ യൂണിവേഴ്സൊക്കെ പുഷ് ചെയ്ത് ഇനി കൈദി 2 ആയിരിക്കും ലോകേഷ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ട് ലോകേഷ് കനകരാജ് പിന്നെ നമ്മുടെ വിജയ് വെച്ച് ലിയോ എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കാനായിട്ട് പോയി. അപ്പോൾ പിന്നെ ഇത് LCU ആണോ അല്ലയോ എന്ന് അറിയാനുള്ള ആകാംക്ഷ. വിജയ് എന്ന് പറയുന്ന നടൻ അഭിനയിക്കുന്നു, ലോകേഷ് കനകരാജിൻ്റെ ആ ഒരു ഹൈപ്പ്, ഇതെല്ലാം കൂടെ ചേർന്ന് ലോകേഷ് അവസാന നിമിഷം പറഞ്ഞില്ലേ ഇത് LCU ആണോ അല്ലയോ എന്ന്. അപ്പോൾ അങ്ങനെ പറയാതെ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഹൈപ്പ് എല്ലാം കൂടെ ചേർത്ത് ഭയങ്കരമായിട്ട് ലിയോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതും LCU ആയിരുന്നു. പക്ഷേ അതിന് വിമർശനങ്ങൾ വന്നു എന്നുള്ളതാണ്. അതിനുശേഷം ലോകേഷ് കനകരാജ് കൈദി 2 ചെയ്യുമായിരിക്കും. കാരണം കൈദി എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞ് കൈദി 2 എന്ന് പറയുന്ന സിനിമ കാണാനായിട്ട് ആൾക്കാരിങ്ങനെ വെമ്പി നിൽക്കുകയാണ്, ഞാനടക്കം. കൈദി 2 എന്തായിരിക്കും എന്നറിയാനായിട്ട് നമ്മളിങ്ങനെ വെമ്പി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ലോകേഷ് പറഞ്ഞു ഇല്ല കൈദി 2 ഇല്ല, ഞാൻ തലൈവര വെച്ച് കൂലി എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഈ സിനിമ സംവിധായകൻ അദ്ദേഹം ഒരു സിനിമ എടുക്കാനായിട്ട് കൈദി എന്ന് പറയുന്ന സിനിമ എടുത്തപ്പോഴും മാനഗരം എന്ന് പറഞ്ഞ സിനിമ എടുത്തപ്പോഴും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യവും ഫ്രീഡം ഉണ്ടായിരുന്നു. പിന്നെ ഈ LCU എന്ന് പറയുന്ന അമിതഭാരം ഈ തലയിലോട്ട് വരുമ്പോൾ, ഈ പ്രേക്ഷകരുടെ അമിതഭാരം കൂടെ നമ്മുടെ തലയിലോട്ട് വരുമ്പോൾ അത് ഒരു ആർട്ടിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു കലാകാരനോ ഒരിക്കലും താങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളായിട്ട് തന്നെ നിന്ന് നമ്മൾ ആർക്കും ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു സാധനം എടുത്ത് ഫ്രണ്ടിൽ വയ്ക്കുന്നു. അതിപ്പോൾ എന്തോ ആയിക്കൊള്ളട്ടെ, ആ ഒരു സാധനം എടുത്ത് ഫ്രണ്ടിൽ വയ്ക്കും. ഫ്രണ്ടിൽ വയ്ക്കുമ്പോൾ ആൾക്കാർ നോക്കിയിട്ട് ആൾക്കാർക്ക് നമ്മളെക്കുറിച്ചൊന്നും അറിയില്ല. അവർ പറയും കൊള്ളാം, ഗംഭീരം, നീ ആൾ കൊള്ളാം എന്ന് പറയും. അത് ഓക്കെയാണ്, നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. അടുത്ത തവണ വീണ്ടും ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സാധനം വയ്ക്കുകയാണ്, അപ്പോഴും കൊള്ളാമെന്ന് പറയും. അടുത്ത തവണ ഇതേ ആൾ വരുമ്പോൾ പറയും മറ്റേ 2 എണ്ണം ചെയ്ത വ്യക്തിയാണ്, ഇത് പൊളിക്കും, കിടുക്കും, ഇയാൾ വേറെ ലെവലാണ്, ഡീകോഡൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴേക്കും ആ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. അങ്ങനത്തെ അതെല്ലാവർക്കും വലിയൊരു സംഭവമാണ്. അങ്ങനെ കൂലി ചെയ്തു രജനീകാന്തിനെ വെച്ച്. കൂലി ഏറ്റവും മോശം പടമായി ലോകേഷിൻ്റെ കരിയറിൽ. അതിനുശേഷം കൈദി 2 ചെയ്യാനായിട്ട് ലോകേഷ് കനകരാജ് പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നെങ്കിലും അത് ഡ്രോപ്പായെന്നാണ് പിന്നീട് കേൾക്കാൻ സാധിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൈദി ചെയ്ത സമയത്ത് ലോകേഷ് വലിയ ഒരു ഡയറക്ടർ അല്ലായിരുന്നു. ആ സമയത്ത് ലോകേഷിന് കൊടുത്ത ആ ഒരു ശമ്പളം ഇപ്പോൾ ലോകേഷ് മേടിക്കുന്നില്ല, വളരെ കൂടുതലാണ് അദ്ദേഹം മേടിക്കുന്നത്. 50-60 കോടിയാണ് മേടിക്കുന്നത്. കൈദിയുടെ സമയത്ത് ലോകേഷ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ 2 കോടിയാണ് മേടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 50 കോടിയാണ് മേടിക്കുന്നത്. കൈദിയുടെ സമയത്ത് ആ പടം ചെയ്ത അതേ പ്രൊഡ്യൂസർമാർക്ക് ഈ 50-60 കോടി ലോകേഷിന് കൊടുക്കാൻ ഇപ്പോൾ ഇല്ല. കാരണം അതൊരു ചെറിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അന്ന് ലോകേഷ് കുഞ്ഞായിരുന്നല്ലോ, കൊടുക്കാനില്ല. അതുകൊണ്ട് അതിൻ്റെ റൈറ്റ്സ് ആണെങ്കിൽ ലോകേഷിന് ഇവർ കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. ആ ലോകേഷ്, ആ ഒരു തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ലോകേഷിനെ അരുൺ മാതേശ്വരൻ ഇങ്ങനെ കൈ കൊടുത്ത് പിടിച്ചെടുത്ത് മുകളിലോട്ട് വന്ന ആ ഒരു സീനുണ്ടല്ലോ, രക്ഷയില്ല. കാരണം ലോകേഷ് ഇതൊക്കെ ചെയ്താൽ ശരിയാവും എന്ന് എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മോനെ, സട്ടിൽ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സട്ടിൽ ആക്ടിങ്, സ്റ്റൈലിഷ് ആയിട്ടുള്ള യാതൊരുവിധ കാര്യം. ഇപ്പം നമ്മൾ രജനീകാന്തിൻ്റെ ആക്ടിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം നിൽക്കുന്നതും നടക്കുന്നതും തിരിയുന്നതും, രജനീകാന്ത് നിന്നാൽ പോലും കൈ ഇങ്ങനെ കൊടുത്തൊരു ആട്ടം കാണും ഇങ്ങനെ നിൽക്കുമ്പോൾ. അങ്ങനെ ഒരു സംഭവമുണ്ട്, ഇങ്ങനെ നടക്കുന്നത്, ഇരിക്കുന്നത്, പല കാര്യങ്ങൾ. ഇപ്പോൾ വിജയുടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വിജയ്ക്കും സർട്ടൺ ടൈപ്സ് ഓഫ് മാനറിസംസും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ അത് അവങ്ങളോട് ഓഡിയൻസിക്ക് പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ പല സാധനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏത് നടനെ അഭിനയിപ്പിച്ചാലും കാണും. പക്ഷേ ഇത് ലോകേഷ് അഭിനയിച്ചപ്പോൾ വല്ലാത്തൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒന്നുമില്ല ഇതിനകത്ത്. അതായത് ലോകേഷ് ഇതിനകത്ത് ഒരു പച്ച മനുഷ്യൻ. ഇപ്പം നമ്മൾ ഏതോ ഒരു സിനിമയിൽ കട്ടപ്പനയിലെ ഋത്തിക് റോഷനകത്ത് പറയില്ലേ, മേക്കപ്പ് ഒന്നും വേണ്ട, ചുമ്മാ വന്ന് നിന്നാൽ മതി, താനീ കള്ളായി എന്ന് പറയുന്നത് പോലെ ലോകേഷിൻ്റെ ആ പാറിപ്പറന്ന് കിടക്കുന്ന മുടിയും ആ ഒരു താടിയും, മേക്കപ്പേ വേണ്ട, പക്കാ ഗുണ്ട,
അതുപോലെയാണ് ലോകേഷ് വന്ന് നിൽക്കുന്നത്. ആ മുഖത്തെ ആക്ഷൻസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്ര ഗംഭീരമായിട്ടാണ് ലോകേഷ് അത് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഗംഭീരമായിട്ട്, അത് സട്ടിൽ ആക്ടിങ് എന്നൊക്കെ പറയില്ലേ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന ഒരു സങ്കടം, ദുഃഖം, ആകാംക്ഷ, ആ ഒരു പ്രണയം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്നില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് വരുന്നത്. പക്ഷേ അത് മുഖത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ക്യാരക്ടറല്ല. കാരണം അതൊന്നും മുഖത്തൊക്കെ പ്രകടിപ്പിക്കാത്തൊരു ക്യാരക്ടറാണ് അതെന്ന് പറയുന്നത്. ഒരു പ്രണയം ഒരു സ്ത്രീയോട് തോന്നിയാൽ പോലും ഈ സ്ത്രീയോട് എനിക്ക് അറ്റാച്ച്ഡ് ആവണ്ട. കാരണം അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ ഞാനൊരു ഗ്യാങ്സ്റ്ററാണ്, നാളെ എന്നെ കൊല്ലാനായിട്ട് ഒരുപാട് പേര് നടക്കുന്നുണ്ട്, അവർ എന്നെ കൊല്ലാനായിട്ട് വരുമ്പോൾ ഈ സ്ത്രീയും അപകടത്തിലായിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രണയം ഞാൻ എൻ്റെ ഹൃദയത്തിൽ തന്നെ കുഴിച്ചു മൂടുന്നു. ഇത് മനസ്സിൽ നടക്കുന്നൊരു സംഭവമാണ്. പക്ഷേ ഇത് മുഖം കൊണ്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണമല്ലോ, അത് പ്രേക്ഷകരിലേക്ക് എത്തണമല്ലോ. അതാണ് ലോകേഷിൻ്റെ ആക്ടിങ് എന്ന് പറയുന്നത് ഇതിനകത്ത്. അത് നമുക്ക് മനസ്സിലാവും. അത് ഗംഭീരമായിട്ടാണ് ലോകേഷ് ഇതിനകത്ത് ആ കാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ വാമിക, എൻ്റെ മോനെ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഗംഭീരം. അത്ര കിടിലമായിട്ടാണ് വാമിക ചെയ്തിരിക്കുന്നത് ഇതിനകത്ത്. നമുക്കൊന്നും പല ആൾക്കാർക്കും ദഹിക്കാത്ത കഥയാണ് ഞാൻ പറഞ്ഞത്, പക്ക അടൽസൊള്ളിയാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്ന ഒരു ബ്രൂട്ടാലിറ്റി അതൊക്കെ പച്ചയ്ക്ക് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ബ്രൂട്ടാലിറ്റി അതൊക്കെ പച്ചയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ഒരു ഗട്ട്സ് വേണം. ഗട്ട്സ് മാത്രം പോരാ, ആ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ഒരു ഗട്ട്സ് വേണം. ഗട്ട്സ് മാത്രം പോരാ, ആ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് എന്താ പറയുക, ഒരു 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 ഫയർ വേണം. ആ ഫയർ വാമിക ഗബ്ബി എന്ന് പറയുന്ന ആ നടിയിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആക്ഷൻ സീക്വൻസ്, വാമികയും ചേർന്നുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. അതിഗംഭീരം. ക്ലൈമാക്സ് ബേസിക്കലി ഞാൻ വിചാരിച്ചിരുന്നത് പോലെ അല്ല വന്നത്. ക്ലൈമാക്സ് അതിലും ഗംഭീരമായിട്ടാണ് അവർ ക്ലൈമാക്സ്, അതാണ് ഞാൻ പറഞ്ഞത്, ആ സാറ്റിസ്ഫാക്ഷൻ്റെ ആ ഒരു പീക്ക് ലെവൽ നമുക്ക് കിട്ടൂലേ, ആ ഒരു ലെവലിലാണ് ഈ സാധനം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന സാധനം എന്ന് പറയുന്നത്. പിന്നെ പോലീസാണ് ഇതിൽ വില്ലന്മാരായിട്ട് അഭിനയിക്കുന്നത്. പോലീസാണ് ഇതിൽ വില്ലന്മാർ. ആ പോലീസുകാർക്ക് നേരെയുള്ള ഒരു പോരാട്ടം കൂടെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യമാണ്, നമുക്ക് അംഗീകരിച്ച് കൊടുക്കാനും പറ്റില്ല ഇതൊന്നും. അത് വേറൊരു കാര്യം, അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ ഇതൊരു സിനിമ, ജസ്റ്റ് ഒരു സിനിമയായിട്ടാണ് കാണുന്നത്. ഈ ജീവിതത്തിൽ ഈ നക്സലുകൾ പോലീസുകാരെ വെടിവെച്ചിടുന്നു, പോലീസുകാരെ മറ്റേ ഈ ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പോലീസുകാർക്ക് നേരെ പ്രയോഗിക്കുന്നു. ഇത് നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല, നമുക്കറിയാമല്ലോ. ഇവിടെ ഗുണ്ടകളെ കൊണ്ടേ പൊറുതിമുട്ടിയിരിക്കുകയാണ്, അപ്പോഴാണ് പിന്നെ നക്സലുകൾ ആ ഒരു രീതിയിൽ. പക്ഷേ ഇതൊരു സിനിമയാണ്. സിനിമയുടേതായിട്ടുള്ള രീതിയിൽ കാണുമ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് ഒരു ഫയർ തോന്നൂലേ? എന്തുകൊണ്ടാണ് സിനിമ കാണാനായിട്ട് ആൾക്കാർ പോകുന്നത്, സിനിമ ഇഷ്ടപ്പെടുന്നത്? അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടക്കില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും സിനിമയിലെ നായകനും നടനും ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു കൈക്കൂലി വാങ്ങുന്ന പോലീസുകാരനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മന്ത്രിയോ അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിക്കുന്ന ഒരു സിസ്റ്റമോ ഇവിടെ ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തെ എന്താണ്, ഒരു കൈക്കൂലി വാങ്ങുന്ന ഒരു പോലീസുകാരനെ തല്ലുന്ന നായകൻ നമ്മൾ ഇഷ്ടപ്പെടും, നമ്മളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടക്കില്ല, പക്ഷേ ഇത് നായകൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. സമാനമായിട്ടുള്ള രീതിയിൽ ഇവിടെ ആൾക്കാരെ ദ്രോഹിക്കുന്ന, ആൾക്കാരുടെ മുതൽ പിടിച്ച് പറിക്കുന്ന പോലീസാണ്. അങ്ങനെ മുതൽ പിടിച്ച് പറിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇവർ ചെല്ലുമ്പോൾ പോലീസുകാർ അവരെ അടിച്ചോട്ടിക്കും. അപ്പോൾ ലോകേഷിനടുത്ത് വരും. ലോകേഷ് ഗ്യാങ്സ്റ്ററാണല്ലോ. ലോകേഷ് വന്ന് ആ പോലീസുകാരനെ ബ്രൂട്ടലി കൊന്നു തള്ളും. അതൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ജീവിതത്തിൽ ഇത് നടക്കില്ല, പക്ഷേ അത് കാണുമ്പോൾ ആ പോലീസുകാരൻ്റെ ആ ഒരു ക്യാരക്ടർ, അവൻ ചെയ്യുന്ന ആ ഒരു വൃത്തികെട്ട അത് നമ്മളെ ആദ്യം ടച്ച് ചെയ്യും, ഇമോഷണലി ടച്ച് ചെയ്യും. അപ്പോൾ യമന് 2 എണ്ണം കിട്ടണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആ സമയത്ത് തന്നെ പോലീസുകാരൻ്റെ മാറ് വളർന്ന് ചോര കുടിക്കുന്ന നായകനെയാണ് നമ്മൾ കാണുന്നത്. രോമാഞ്ചം പറ്റും, നമ്മൾ തിയേറ്ററിൽ നിന്ന് എണീച്ച് കൈയടിച്ചു പോകും. ആ രീതിയിലാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. എല്ലാവരുടെ അഭിനയം ഒരു രക്ഷയില്ല. ഇതിനകത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് ലോകേഷിനെ പിടിക്കാൻ പറ്റുന്ന, ഭജൻലാൽ അങ്ങനെ എന്തോണം അയാളുടെ പേര്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വില്ലൻ എന്ന് പറഞ്ഞാൽ പക്കാ വില്ലൻ, പക്കാ പ്രൊഫഷണൽ പോലീസ് ഉദ്യോഗസ്ഥൻ. ആ രീതിയിലാണ് പുള്ളിക്കാരൻ സംഭവം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ബേസിക്കലി ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ ഈ അരുൺ മാതേശ്വരൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പേര് കേട്ടതുകൊണ്ട് മാത്രം ഇതുപോലും കാണാതെ, അതായത് ഇതിൻ്റെ ഒരു ട്രെയിലർ പോലും കാണാതെ പോയി കണ്ടതാണ്. സ്തബ്ധനായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ സൈലൻസ് ഇട്ടത്. സ്തബ്ധനായിപ്പോയി. അത്ര ഗംഭീര സിനിമ. ഞാൻ വീണ്ടും പറയുന്നു, പക്ക അടൽസൊള്ളിയാണ്. എല്ലാവരും ഒന്നും പോയി കാണണമെന്നൊന്നും ഞാൻ പറയില്ല. താല്പര്യമുള്ളവർ പോയി കണ്ടിരിക്കണം. ഒരു സിനിമാ പ്രേമിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. അത്ര ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. എനിക്കിഷ്ടപ്പെട്ടു. ശരി.